ഗൈസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഡുറൻ കപ്പിലെ മറ്റേ കൊൽക്കത്ത ഡെർബി മത്സരമൊക്കെ ക്യാൻസലായി പോയതും. സോ ക്യാൻസലായതുകൊണ്ട് തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ പോയിന്റ് കിട്ടുകയും അവരടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതൊക്കെ ഒരു സാഹചര്യം വന്നത്. അപ്പം എന്തുകൊണ്ട് ക്യാൻസലായി എന്നുള്ളൊരു വിഷയം നമുക്കറിയാം. കൊൽക്കത്തയിൽ ഇപ്പം വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡോക്ടർക്ക് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ആക്ച്വലി ഈ ഒരു വാർത്ത കേട്ടിട്ട് എന്താ പറയുക, വാർത്ത കേട്ട് ഈ 2 ദിവസമായിട്ട് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു വാർത്തയാണല്ലോ. സോ ആക്ച്വലി അതൊരു ഡിസ്റ്റർബിങ് ആണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചില കാര്യങ്ങൾ പറയാം. കാരണം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് പറയാനാകെയുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടും ചില കമൻസുകൾ ഒക്കെ കാണാനിടയായി ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ. ചിലർ പറയുന്നു, എന്താ പറയുക, ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഈ വസ്ത്രധാരണത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തിന് ആ ഒരു പ്ലേസിൽ അവരുണ്ടായി, അത് എനിക്കൊന്ന് ഈ ഒരു വിഷയത്തിലും ആരോ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഇതിലൊരു വിക്റ്റിമായിട്ടുള്ള ആളുകൾ പോലും ഇതിനകത്ത് പലപ്പോഴും അവരും കുറ്റക്കാരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ ആക്ച്വലി വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറക്കിയതാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോഴത്തേക്കും ചിലർ പറയും ഈ നിയമമാണ് എല്ലാത്തിനും ഒരു പ്രശ്നം എന്നുള്ളത്. ആക്ച്വലി അതൊന്നും അല്ല. നിയമമാണ് പ്രശ്നമെങ്കിൽ പിന്നെ ഇങ്ങനത്തെ നിയമങ്ങളുള്ള രാജ്യങ്ങളിലെ പോലും ഇങ്ങനത്തെ ക്രൈം റേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഇവിടെയൊക്കെ നടക്കുന്ന പോലൊക്കെ തന്നെയുള്ള റേറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ളൊരു അവബോധം. അപ്പം നമ്മളെന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതൊരു സ്ത്രീയാണ്, അവരൊരു ഹ്യൂമനാണ്. സോ നോട്ട് ആൻ ഒബ്ജക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊരു വിഷമം വരുന്നതും. ഇതിലേക്ക് ഒരു മൈനോറിറ്റി ആളുകൾ പോലും, മൈനോറിറ്റി ആയിട്ട് ആളുകൾ മാത്രം ഇങ്ങനത്തെ ക്രൈമിലൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണുമ്പം ഇവരും ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെ നാടൊന്നും ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുമെന്നുള്ളതാണ്. സോ പത്തറ്റിക്കായിട്ടുള്ള കമൻസാണ് കേൾക്കാനിടയായത്. സോ ഇപ്പം ഞാനിത് പറയുന്നപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പം ഫ്യൂച്ചർ വരാൻ പോകുന്ന നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെ ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യണം, എങ്ങനെ വുമൻസിനോട് അല്ലെങ്കിൽ ഏത് ജെൻഡേഴ്സിനോടാണെങ്കിൽ നമുക്ക് ബിഹേവ് ചെയ്യണം, ഹ്യൂമൻസിനോട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ഇത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനായിട്ടൊന്നും കാണാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഇത് പറയണമെന്ന് തോന്നി നിങ്ങളടുത്ത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടി വന്നൊരു സമയത്തൊന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരും. ഇപ്പോൾ കൊൽക്കത്ത ഡെർബി ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. സോ എന്നിട്ടും ഈ ഒരു മോഹൻ ബഗാനിന് ഈസ്റ്റ് ബംഗാളിന് ഓരോ പോയിൻറ്റ്സ് കിട്ടി. അങ്ങനെ അവർക്ക് 2 പേർക്കും അടുത്ത റൗണ്ടിലേക്കൊരു ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പം ഗോവയ്ക്കും സെയിം പോയിൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു GDയുടെ ഒരു ഇതിൽ അവർക്ക് യോഗ്യത നേടാൻ പറ്റുന്നില്ല. അപ്പം ഇത് ആക്ച്വലി ഒരു അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഈ പറയുന്ന കൊൽക്കത്തൻ ക്ലബ്സിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിന് ഈ ഒരു ഗെയിം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു കാര്യം നോക്കണം. അപ്പം അവിടുത്തെ ഇപ്പം ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെയുള്ളൊരു വലിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കൊൽക്കത്തൻ ഫാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 2 ടീമിൻ്റെ ഫാൻസ് ഈ ഡെർബിയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് തന്നെ കൊൽക്കത്ത ഡെർബിയിൽ ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ അത് ഒക്കെ ഒഴിവാക്കാവുന്ന തരത്തിലാണ് ഇത് ക്യാൻസൽ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ ഫാൻസും മോഹൻ ബഗാൻ ഫാൻസും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു, പലരെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഇത് ആക്ച്വലി വേണമെങ്കിൽ ഒരു മാച്ച് നടത്താൻ സാഹചര്യം ഒന്നെങ്കിൽ ക്ലോസ് ഡോറിൽ നടത്തായിരുന്നു, അല്ലെങ്കിൽ വേറൊരു സിറ്റിയിൽ നടത്തായിരുന്നു. ഇപ്പം ക്വാർട്ടർ ഫൈനൽ മാച്ചൊക്കെ വരുന്നത് കൂടുതലും കൊൽക്കത്തയ്ക്ക് വെളിയിലാണ്. ഒരു മത്സരം മാത്രമാണ് കൊൽക്കത്തയ്ക്ക് അകത്ത് നടക്കുന്നത്. അത് കൊൽക്കത്തൻ ക്ലബ്സ് ആ മാച്ചസ് കളിക്കുന്നില്ല എന്നുള്ളതുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഗോവ നന്നായിട്ട് ഈ ടൂർണമെൻറ്റിൽ കളിച്ചിട്ട് അവർക്ക് ഒരു അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മാച്ച് കളിക്കാതെ ഓരോ പോയിൻറ്റ്സ് വീതിച്ചെടുത്തിട്ട് കൊൽക്കത്തൻ ക്ലബ്സ് മുന്നേറുന്നു. പിന്നെ ഡ്രോ വന്ന സമയത്തും ചില ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കൊൽക്കത്ത ഡെർബി ഫൈനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഡ്രോ ആണെന്നൊക്കെ. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഡ്രോ നടന്നത്, ശരിക്കുമുള്ള രീതിയിലാണ് നടന്നതെന്നുള്ള ആർട്ടിക്കിളൊക്കെ വായിച്ചിരുന്നു, അതറിയില്ല. പക്ഷേ
ഈ ഒരു കാര്യം വേണം ക്ലോസ് ഡോറായിട്ടോ വേറെ സിറ്റിയിലൊക്കെ വെച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റേഡിയത്തിനുള്ളിൽ ഇങ്ങനെ വരുമെന്നുള്ള ഒരു ഭയത്തിലാണ് ഈ കാര്യങ്ങൾ ഇവർ ചെയ്തത് എന്നുള്ളത് ഉറപ്പായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മറ്റൊരു ടൂർണമെൻറ്റ് കൂടി വരാൻ പോകുന്നു. ബാബുസാഹിബ് ബന്ദേക്കർ ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിൽ വെച്ച് നടക്കാൻ പോകുന്നൊരു ടൂർണമെൻറ്റാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ISL ക്ലബ്സ് അടക്കമൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ISL ക്ലബ്സ് ആയിട്ടുള്ള ചെന്നൈയിൻ FC, ഒഡീഷ FC ഗോവയുണ്ട്. അതുപോലെ I-League ക്ലബ്സ് ആയിട്ടുള്ള ഡെംബോ ആൻഡ് ചർച്ച് ബ്രദേഴ്സ് ഉണ്ട്. അതുപോലെ സ്പോർട്ടിംഗ് ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗോവൻ ക്ലബ്ബ് കൂടി പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 2 ഫോറിൻ ക്ലബ്സ്, ഒന്ന് ബ്രിസ്ബെയിൻ റോയർ എന്ന് പറഞ്ഞിട്ടുള്ള A-League ക്ലബ്ബും അതുപോലെ തന്നെ അർജൻറ്റീൻ പ്രീമിയർ ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ക്ലബ് ഡിപ്പോർട്ടീവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അടിപൊളി ടൂർണമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഒരു ഷോർട്ട് പീരീഡിലാണ് നടന്നത്. എനിക്ക് തോന്നുന്നു വളരെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു തീരുമാനമാകുന്നൊരു ടൂർണമെൻറ്റ് എന്ന നിലയിലാണ് നടത്തുന്നത്. സോ ഇതിൻ്റെ ഒരു സ്ട്രീമിംഗ് പരിപാടികളൊക്കെ എന്താണെങ്കിലും ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പം TV ടെലികാസ്റ്റ് ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ ഉണ്ടാകും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ പറയാനാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ സനിയ.